ചില വഴികൾ വീണ്ടും യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനൊരു വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ചെങ്ങന്നൂർ കോട്ടയം റോഡിലെ തിരുവല്ല ജംഗ്ഷന് തൊട്ട് മുമ്പിലായിട്ടുള്ള തുകലശ്ശേരി ജംഗ്ഷനാണിത്. തുകലശ്ശേരി ജംഗ്ഷൻ വഴി നമ്മൾ കാവുംഭാഗത്തു കൂടി അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണിത്. MC റോഡ് ചെമ്പോലുമുക്ക് റോഡാണിത്. ഇവിടുന്ന് വലത്തോട്ട് തിരിയുമ്പോൾ അത് ശ്രീമൂലപുരം കാവുംഭാം റോഡായിട്ട് മാറുന്നു. തുകലശ്ശേരി എന്ന പേരിന് പിന്നിൽ ഐതിഹ്യങ്ങളേറെയാണ്. അതൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി പറയേണ്ടതുമാണ്. ഈ വഴികളുടെ പരിസര സ്വാധീനം വളരെ ആഴത്തിലുള്ളതാണ്. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന വഴിത്താരകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത് ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിലേക്കാണ്, കിഴക്കേ നടയിലേക്ക്. കിഴക്കേ നടയോട് ചേർന്ന് ഇടതുവശത്ത് കാണുന്നതാണ് പ്രിയ കഥാകൃത്ത് ഉണ്ണികൃഷ്ണൻ കളീക്കലിൻ്റെ വീട്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കിഴക്കേ നടയിലൂടെയാണ് ശ്രീ വല്ലഭ ക്ഷേത്രത്തിൻ്റെ തിരുനടയിലേക്ക് എത്തുന്നത്. ചെറിയൊരു ജംഗ്ഷനാണ് ഈ കിഴക്കേ നടയിലുള്ളത്. ഇതാണ് ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ മുൻവശം. ക്രിസ്തുവിന് മുമ്പ് 59-ാം ആണ്ടിൽ നിർമ്മിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രം. മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. മഹാവിഷ്ണു ഇവിടെ ശ്രീവല്ലഭനായിട്ടാണ് അറിയപ്പെടുന്നത്. ശ്രീവല്ലഭൻ എന്ന പേരിൽ നിന്നാണ് തിരുവല്ല എന്ന നാമം ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ഐതിഹ്യവും ചരിത്രത്തിന്റെ ഭാഗമാണ്. പ്രത്യേകമായി നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ വലതുവശത്ത് കാണുന്നതാണ് ക്ഷേത്രക്കുളം. വളരെ വലിയൊരു കുളമാണ്. അതുപോലെ അമ്പലവും അതുപോലെ വിശാലമായ ഒരു ക്ഷേത്രമുറ്റമുള്ള അമ്പലമാണ്. ഈ വഴി എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഈ വഴിക്കൊരു ശാന്തതയുണ്ട്. ഈ വഴിയുടെ നിറയെ നിഴലുകളാണ്, മരങ്ങളുടെ നിഴലുകൾ. ഒരു സമാധാനത്തിൻ്റെ ഒരു പ്രകൃതി പോലെയാണ് ഈ വഴി നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത്. വളരെ സുന്ദരമായ റോഡ്. ഇത് അമ്പലത്തിൻ്റെ നീളമുള്ള മതിലാണ്. ഇതിനെ ചുറ്റിയാണ് നമ്മൾ കാവുംഭാഗത്തേക്ക് പോകുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും തീർച്ചയായും ഈ ശാന്തതയും ഈ ഒരു സുന്ദരമായ അന്തരീക്ഷത്തിൻ്റെ മനസമാധാനവും ഒക്കെ ഉണ്ടാകും. കാരണം ഓക്സിജന്റെ ലെവൽ ഇവിടെ കൂടുതലായിരിക്കും. എല്ലാ വീടിനോടും ചുറ്റും ചേർന്ന് നിറയെ മരങ്ങളാണ്. ആ മരങ്ങളുടെ ഇടയിലാണ് ഓരോ വീടും നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ കാവുംഭാഗത്ത് എത്തിയിരിക്കുകയാണ്. കാവുംഭാഗത്ത് നേരെ നമ്മൾ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. തിരു എറങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് അമ്പലപ്പുഴയ്ക്ക് പോകുന്നത്. ഇവിടെ നിന്ന് 24 കിലോമീറ്ററാണ് അമ്പലപ്പുഴയ്ക്കുള്ളത്. അപ്പോൾ ഇവിടുന്ന് തിരുവല്ലയ്ക്ക് പോകാൻ 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ തിരുവല്ല അമ്പലപ്പുഴ റോഡ് 26 കിലോമീറ്ററാണ് ആകെയുള്ളത്. ഈ വഴി അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ എന്താവും കാരണമെന്ന് ചിന്തിച്ചേക്കാം. ഇതിൻ്റെ പ്രകൃതി ഭംഗി തന്നെയാണ് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം. നമ്മൾ പറഞ്ഞു പൊടിയാടി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഈ പൊടിയാടിയിൽ ഒരു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിയെ പോകുമ്പോഴാണ് കായംകുളത്തിന് പോകുന്നത്. വീണ്ടും ആ പ്രകൃതി സൗന്ദര്യമുള്ള വഴിയിലൂടെ, നിറയെ മരങ്ങളുള്ള വഴിയിലൂടെ വളരെ ശാന്തമായി നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തു പോവുകയാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് പമ്പയാറ്, മണിമലയാറൊക്കെ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് പാലത്തിനടിയിലൂടെ. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ മണിമലയാറ് നമ്മുടെ ഇടതുവശത്തൂടെ ഒഴുകുന്നുണ്ട്. നെടുമ്പ്രം, വൈക്കത്തില്ലം, നീരേറ്റുപുറം തുടങ്ങിയ ജംഗ്ഷനുകളിലൊക്കെ ഈ നമ്മൾ പോകുന്ന വഴിയിലൂടെയാണ്. നമ്മൾ അതിനെ കടന്നാണ് മുന്നോട്ട് പോകുന്നത്. പമ്പയാർ റോഡിനെ ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് നീരേറ്റുപുറം പാലം വരുന്നത്. ആ നീരേറ്റുപുറം പാലത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് പമ്പ ബോട്ട് റേസ് തുടങ്ങുന്നത്. ഈ റോഡിൻ്റെ ഇടതും വലതും നിറയെ പാടങ്ങളാണ്, നെൽപ്പാടങ്ങൾ. ചിലപ്പോൾ അത് പച്ചയാകാം, ചിലപ്പോൾ അത് മഞ്ഞക്കതിരുള്ളതാകാം. കാരണം അതിൻ്റെ വിളവനുസരിച്ച് ഈ പാടങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് നീരേറ്റുപുറം പാലം. താഴെക്കൂടെ ഒഴുകുന്നതാണ് പമ്പയാറ്. ഇവിടെ നിന്നാണ് നമ്മുടെ മത്സരം വള്ളംകളി ആരംഭിക്കുന്നത്. ധാരാളം ആരാധനാലയങ്ങളുള്ള സ്ഥലമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ റോഡിൻ്റെ ഇടതും വലതുമായി ചെറിയ ചെറിയ തോടുകൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ചെറിയ വഴികളുണ്ട്. അതിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പോൾ നമ്മൾ ചക്കുളത്തുകാവിൽ എത്തിയിരിക്കുകയാണ്. ചക്കുളത്താവ് എല്ലാവർക്കും അറിയാം. ഇവിടെയാണല്ലോ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഇതാണ് ഗോപുരം. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയിട്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നത്. വളരെയധികം ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ പൊങ്കാലയൊക്കെ വളരെ പ്രസിദ്ധമാണ്. നല്ല വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു അമ്പലമാണ്.
ഇതാണ് ക്ഷേത്രക്കുളം. ഈ തിരുവല്ല അമ്പലപ്പുഴ റോഡിനെ കൂടുതൽ സ്നേഹമുള്ളതാക്കി മാറ്റുന്നത് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ കൂടിയാണ്. അവിടെ എത്തുന്ന ഭക്തർ കൂടിയാണ്. തിരുവല്ലയിൽ നിന്ന് അമ്പലപ്പുഴ എത്തുന്നത് വരെ ഇങ്ങനെ നിരവധിയായ ആരാധനാലയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് മടങ്ങുകയാണ്. വഴിയുടെ ഒരു സൈഡ് നിറയെ കടകളുണ്ട്. ഭക്തർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. ഇവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ അമ്പലപ്പുഴയ്ക്ക് പോകുന്നത്. അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് കാണാനായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്കതിലൂടെയൊക്കെ കടന്നു പോകണം. ഈ വഴിയെ പോയിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ മനസ്സിലൂടെ ആ ഓർമ്മകൾ കടന്നു വരും. ശരിയല്ലേ? ഒരുപാട് പേരെ സ്വാധീനിച്ച വഴിയാണ് ഈ തിരുവല്ല അമ്പലപ്പുഴ റോഡ്. എടത്വ ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എടത്വ വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. വളരെ ഫേമസ് ആയ എടത്വ പള്ളി ഇവിടെയാണ്. സെൻറ്റ് ജോർജ് ഫ്രാൻസിസ് ചർച്ച്. ആദ്യത്തെ യാത്രയിൽ എനിക്ക് എടത്വ പള്ളിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്തൊരു ദിവസത്തെ യാത്രയിൽ വൈകുന്നേരത്താണ് ഇതുവഴി വരുന്നത്. അപ്പോൾ സായം സന്ധ്യയുടെ നിറം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്കുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് എടത്വപ്പള്ളിയിലേക്ക് കടന്നു വരുന്നത്. അവരുടെ മനസ്സിന് ശാന്തി നേടി. ഇതാണ് എടത്വ ജംഗ്ഷനിലുള്ള ചർച്ച് ടവർ. ഇവിടെ നിന്നാണ് ആൾക്കാർ പള്ളിയിലേക്ക് പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് എടത്വ പാലത്തിലേക്ക് കയറുകയാണ്. അവിടെ വലിയ നിഴലുള്ളൊരു മരം നിൽപ്പുണ്ട്. മനോഹരമായൊരു ജംഗ്ഷനാണ്. ഇതാണ് എടത്വ പാലം. ഇവിടെ എടത്വ ബോട്ട് ജെട്ടിയുണ്ട്. കണ്ടില്ലേ? സൂര്യപ്രകാശത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് പാടശേഖരങ്ങൾക്കിടയിലൂടെ തട്ടുകടകൾക്കിടയിലൂടെ നമ്മൾ പോകുന്നത് തകഴിയിലേക്കാണ്. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ പാലങ്ങൾ, വീണ്ടും ചെറിയ ചെറിയ ആരാധനാലയങ്ങൾ, തോടുകളൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് തട്ടുകടകൾക്കുണ്ട് വലിയ മഹാത്മ്യം. വളരെ ടേസ്റ്റിയുള്ള കുട്ടനാടൻ സ്റ്റൈൽ ഫുഡ് കിട്ടും. ഒരു കുട്ടനാടൻ ഗ്രാമമാണല്ലോ, അതിനെ പകുത്തുകൊണ്ടാണ് ഈ റോഡ് പോകുന്നത്. കണ്ടില്ലേ? ഇട സൈഡിലൊക്കെ പച്ചപ്പായി തുടങ്ങി. ഈ റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങളുടെ അടിയിലൂടെയുള്ള യാത്ര എപ്പോഴും സന്തോഷം. കാരണം വളരെ തണുപ്പത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. തമിഴ്നാട്ടിലെ റോഡുകളിൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ചില ഈ മെയിൻ റോഡുകളിലൊന്നും അങ്ങനെ കിട്ടാറില്ല. തിരുവല്ല അമ്പലപ്പുഴ റോഡിൽ ആദ്യ അവസാനം നമുക്ക് ആ നിഴല് നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ഇതിലെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുവഴിയെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർ പറയുന്നത് രാവിലെയും വൈകിട്ടുമുള്ള യാത്ര എത്ര പ്രാവശ്യമായാലും മടുക്കുകയില്ല എന്നാണ്. അതിരാവിലെ മഞ്ഞുകണങ്ങളുടെ മനോഹാരിത, വൈകിട്ട് സൂര്യാസ്തമയത്തിന്റെ നിറശോഭ. ഇതാണ് അഭിലാഷ്. നമ്മളെ ആദ്യ അവസാനം നമ്മുടെ യാത്രയിൽ നമ്മളെ കൊണ്ടുപോകുന്ന ആൾ. തൊട്ടുപുറകിലാണ് ഉണ്ണിത്താനും ശ്രീലത ഉണ്ണിത്താനും ഇരിക്കുന്നത്. ഞങ്ങൾ എറണാകുളത്തേക്കുള്ള ഒരു യാത്രയിലാണ്. ഇതുപോലെ ഇഷ്ടം തോന്നുന്ന റോഡാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള റോഡ്. അവിടം പുതുക്കിപ്പണികൾ തുടങ്ങിയതുകൊണ്ടാണ് പലരും ഇതിലെ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ചില വഴികൾ നമ്മളെ അത്രമേൽ ചേർത്ത് പിടിക്കുന്നവയാണ്. ആ വഴി കടന്നു പോകുന്ന പ്രകൃതി അതിനൊരു കാരണക്കാരാണ്. ഇതാണ് തകഴി വലിയ പാലം. താഴെ കൂടെ പമ്പാ നദി ഒഴുകുന്നുണ്ട്. കൊല്ലം കോട്ടപ്പുറം വാട്ടർവേ ആണിത്. ദേശീയ ജലപാത. ഇടതുവശത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ആ ജലപാത കാണാൻ പറ്റും. തകഴി കവലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്ഥലം. എത്രയെത്ര നോവലുകളാണ്, എത്രയെത്ര കഥകളാണ് ഈ മണ്ണും മനുഷ്യനും ചേർന്ന് അദ്ദേഹം നമുക്ക് സൃഷ്ടിച്ചു തന്നത്. തകഴി എന്ന ഗ്രാമത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചത് അദ്ദേഹമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്കൂളുണ്ട്.
നമ്മളിവിടെ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിലേക്ക് എത്തുകയാണ്. ഇതാണ് തകഴി ലെവൽ ക്രോസ്. ഈ ട്രാക്കുകൾ ക്രോസ് ചെയ്ത് ഇറങ്ങി ചെല്ലുന്നത് തകഴിയുടെ വീട്ടിലേക്കാണ്. ഇവിടെ ഇടതുഭാഗത്തായിട്ടാണ് തകഴി സ്മാരകം, അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം, അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം. ആ മുറികളിൽ ജ്ഞാനപീഠം ഉൾപ്പെടെ അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ അവാർഡുകളും നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ശ്വാസനിശ്വാസങ്ങളും ചലനങ്ങളും ഈ ഗ്രഹത്തിലായിരുന്നു. ഈ വഴികളിലൂടെയുള്ള യാത്രയെ ധന്യമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ജന്മഗൃഹം കൂടിയാണ്. ഒരു നിമിഷം നമ്മുടെ ഓർമ്മകളിലേക്ക് തകഴി ശിവശങ്കരപിള്ള എന്ന എഴുത്തുകാരൻ ഓടിയെത്തുകയാണ്. അന്തർദേശീയ നിലവാരത്തിൽ തകഴി മ്യൂസിയം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതുവരെ കണ്ടതൊക്കെ റോഡിൻ്റെ വശങ്ങളിൽ കണ്ണെത്തും ദൂരത്താണ്. കണ്ണെത്തും ദൂരത്തല്ലാതെ കുറച്ചുകൂടെ അകത്തായി മാറി മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്കായിട്ടുണ്ടാകും. കരുമാടിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. കരുമാടി എല്ലാവർക്കും അറിയാം. കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ബുദ്ധപ്രതിമയിലൂടെ പ്രസിദ്ധമാണ് ആ സ്ഥലം. രണ്ട് ക്ഷേത്രങ്ങൾക്കിടയിലുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ കരുമാടിക്കുട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇവിടെ ഒരു കളിത്തട്ടുണ്ട്, ആൾക്കാരൊക്കെ അവിടെ വന്ന് വിശ്രമിക്കാറുണ്ട്. ഇടത് സൈഡിൽ കാണുന്നതാണ് ആ ക്ഷേത്രം. ഒരിക്കൽ ദലൈലാമ ഇവിടെ വന്നിട്ടുണ്ട്. ആ കാലത്താണ് ഈ റോഡൊക്കെ നന്നായി സെറ്റ് ചെയ്തെന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് ബുദ്ധവിഹാരങ്ങൾ ഒരുപാടുണ്ടായിരുന്ന സ്ഥലമാണ്. അതിനുശേഷം വൈദിക സമ്പ്രദായങ്ങൾ വന്നപ്പോൾ ഇതൊക്കെ തച്ചുടയ്ക്കപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണുള്ളത്. അതിലൂടെ നമുക്ക് പൂർണ്ണമായി പോകണമെങ്കിൽ ഒരു സിംഗിൾ വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബുദ്ധൻ ധ്യാന സ്വഭാവത്തിലിരിക്കുമ്പോഴും അതിൻ്റെ ഇടതുഭാഗം നെഞ്ചുൾപ്പെടെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചും പല മിത്തുകൾ പറയപ്പെടുന്നു. എന്തായാലും കരുമാടിത്തോട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ബുദ്ധവിഗ്രഹത്തെ സർ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ആ തോട് വൃത്തിയാക്കുന്ന സമയത്ത് എടുത്ത് ഇവിടേക്ക് വെച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രതിമയുടെ സംരക്ഷണത്തിനായി നിർമ്മിക്കപ്പെട്ട സ്തൂപം കേരളത്തിൽ പൊതുവെ പരിചിതമല്ലെങ്കിലും ബുദ്ധമത പ്രാധാന്യമുള്ള മറ്റു പല പ്രദേശങ്ങളിലുമുള്ള സ്തൂപങ്ങളോട് കാഴ്ചയിൽ സാമ്യം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ കാണാനാവുന്ന നൂറുകണക്കിന് ബുദ്ധസ്തൂപങ്ങളോടുള്ള സാമ്യം. കേരള പുരാവസ്തു വകുപ്പ് ഇത് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. കരുമാടിക്കുട്ടനെ കണ്ടതിന് ശേഷം ആരും പെട്ടെന്ന് തിരിച്ചു പോകരുത്. ഒട്ടും ധൃതി വേണ്ട, കുറച്ചുനേരം അവിടെ ഇരിക്കണം. ആ ബുദ്ധിൻ്റെ ധ്യാനത്തിനൊത്ത് പ്രകൃതിയുമായി ലയിച്ച് നമുക്കും അങ്ങനെ ഇരിക്കാൻ പറ്റും. ഓടിട്ട ഒരു തുറന്ന മുറിയുണ്ട്, കാറ്റ് കയറി ഇറങ്ങുന്ന മുറി. അവിടെ ബെഞ്ചുണ്ട്, അതിൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. തൊട്ടപ്പുറത്തൂടെയാണ് കരുമാടി തോടൊഴുകുന്നത്. അതിലെ വള്ളങ്ങളിലൊക്കെ ഓരോരുത്തർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ജലഗതാഗതമുണ്ട് അതിൽ. ഇതുവഴിയുള്ള യാത്രയ്ക്ക് ഊർജം പകരുന്നത് കരുമാടിക്കുട്ടനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ചുണ്ടത്ത് വിരിയുന്ന പുഞ്ചിരി, ആ ധ്യാനം മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. യാത്രകളെ മനോഹരമാക്കുന്നതിൽ റോഡിന് വലിയൊരു പങ്കുണ്ട്. ഈ റോഡ് അങ്ങനെ ഒന്നാണ്, വളരെ നിരപ്പുള്ള നല്ലൊരു റോഡ്. ഇതാണ് കരുമാടി പാലം. അമ്പലപ്പുഴയിലേക്കുള്ള യാത്ര പതുക്കെ തീരുകയാണ്. നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യാത്രയെ ധന്യമാക്കുന്ന ഈ ക്ഷേത്രം കൂടിയാണ്. ഇവിടെയുണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ സ്മൃതി മണ്ഡപം, മ്യൂസിയം. ഈ ക്ഷേത്രത്തിൽ പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് പ്രതിഷ്ഠ. എന്നാൽ ഗോശാലകൃഷ്ണന്റെ ഭാവവും സങ്കല്പിച്ചു വരുന്നു. അമ്പലപ്പുഴ പാൽപ്പായസം വളരെ പ്രസിദ്ധമാണല്ലോ. തുകലശ്ശേരി മുതൽ അമ്പലപ്പുഴ വരെ നമ്മൾ എത്രയെത്ര ഇടങ്ങളാണ് കണ്ടത്, എത്രയെത്ര മനുഷ്യരെയാണ് കടന്നുപോയത്, എത്രയെത്ര കൊച്ചു കടകളാണ് കണ്ടത്, എത്രയെത്ര ആരാധനാലയങ്ങളാണ് കണ്ടത്, എത്രയെത്ര മരങ്ങളുടെ നിഴലുകളിലൂടെയാണ് നമ്മൾ നടന്നുപോയത്. ഇടതും വലതുമായി നിൽക്കുന്ന പാടങ്ങളുടെ പച്ചപ്പുകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. തകഴിയുടെ സ്മൃതി മണ്ഡപവും കരുമാടിക്കുട്ടൻ്റെ ധ്യാനവും ചക്കുളത്തുകാവും തുകലശ്ശേരിയും ശ്രീവല്ലഭ ക്ഷേത്രവും എടത്തുവ പള്ളിയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും, അങ്ങനെ എത്രയെത്ര ഇടങ്ങൾ, എത്ര പുഴകൾ, എത്ര പാലങ്ങൾ, നിറയെ പച്ചപ്പ് നിറഞ്ഞ ഒരു വഴിയിലൂടെ വളരെ ശാന്തസുന്ദരമായി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരവരുടെ കർമ്മങ്ങളിൽ വളരെ തിരക്ക് പിടിച്ച മനുഷ്യരെയാണ് ഈ യാത്രയിലുടനീളം കണ്ടത്. സമഭാവനയുടെ ഒരു യാത്ര. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടാകുന്നത്. നമ്മളൊരു ധ്യാന സ്വഭാവത്തിൽ വണ്ടിയിൽ പതുക്കെ ഇങ്ങി പോന്നാൽ മതി. ആ പ്രകൃതിയുടെ സ്നേഹം നമ്മളെ അമ്പലപ്പുഴ എത്തിക്കും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരക്കിലേക്ക് കടക്കുകയാണ്.
പിന്നീട് നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടത്തില്ല. കാരണം നല്ല തിരക്കുള്ള റോഡിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. കായംകുളം എറണാകുളം റോഡിലേക്ക്. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഇവിടെ എർത്ത് സൈഡ് ഒരു ആര്യാസ് ഹോട്ടലുണ്ട്. വെജിറ്റേറിയൻ ഫുഡ് തന്നെ ലളിതമായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അഭിലാഷ് വണ്ടി ഹോട്ടലിന് സൈഡിനോട് ചേർത്ത് നിർത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇത്രയും നേരം ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും സ്നേഹം. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്നതാണ് കായംകുളം എറണാകുളം റോഡ്, അമ്പലപ്പുഴ ജംഗ്ഷൻ. ഈ പ്രധാന റോഡിൽ പണി നടക്കുകയാണ്. അതിൻ്റെ വീതി കൂട്ടുകയാണ്, മേൽപ്പാലങ്ങൾ പണിയുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്ക് ആ റോഡിനുണ്ട്. ട്രാവൽ ഡയറിക്ക് തരുന്ന പിന്തുണയോട് നന്ദി. ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു വഴി പങ്കുവെക്കുകയാണ്. അതിൻ്റെ ഒരു വൈബ്, അതിൻ്റെ ഒരു ആംബിയൻസ് വളരെ സൂക്ഷ്മമായി ഹൃദയപൂർവ്വം നോക്കുകയാണെങ്കിൽ അനേകരായ ആൾക്കാരുടെ ജീവിതം ഈ വഴിയോരങ്ങളിലുണ്ട്. ഓരോ ദിവസവും നേരം പുലരുന്നത് അവരുടെ പ്രതീക്ഷകളിലേക്കാണ്. എല്ലാ വഴികളിലും എന്ന പോലെ ഈ വഴിയോരങ്ങളിലും ഇനിയും ചെറിയ ചെറിയ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താനുണ്ട്. യാത്ര തുടരുകയാണ്. വീണ്ടും സന്ധിപ്പെ വരെ വണക്കം.